കലൂർ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ ഹൈബി ഈഡനും മറ്റ് MLA-മാരും ഒക്കെ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്താണ് നേരത്തെ ഹൈബി ഈഡൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കുറേയേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നുകൂടി നോക്കുകയാണ് കോൺഗ്രസ് സംഘം. സ്നേഹയുണ്ട്. സ്നേഹ, ഇതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? നേരത്തെ ഹൈബി ഈഡൻ ഉന്നയിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള ഭാവി എന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നേരത്തെ സ്പോൺസറും തൻ്റെ നിലപാട് വന്ന് വിശദീകരിക്കുന്നത് കണ്ടിരുന്നു. എന്താണ് കോൺഗ്രസിൻ്റെ ഒരു നീക്കം ഈ വിഷയത്തിൽ? ദിവേശ, സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ MLA-മാരും അതോടൊപ്പം തന്നെ എം പി ഹൈബി ഈഡനും MLA ആയ ഉമാ തോമസ്, TJ വിനോദ് അടക്കമുള്ളവർ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിലെത്തി ഇവിടെ ഒരു സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത്. മറുവശത്ത് സ്പോൺസർ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ഇവർ ഇവിടെ ഈ സന്ദർശനത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ആകമൊത്തം എന്ത് തോന്നുന്നു ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വിലയിരുത്തണമെങ്കിൽ നമുക്കിതിൻ്റെ എഗ്രിമെൻ്റ് എന്താണെന്ന് അറിയണം. എഗ്രിമെൻ്റ് അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് എത്ര ദിവസം കൊണ്ട് എന്തൊക്കെ രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് എഗ്രിമെൻ്റ് ആദ്യം നമുക്ക് കാണാൻ കഴിയണം. എന്നാലേ അത് ഏത് രീതിയിലാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കണേ എന്നുള്ളത് വെച്ചിട്ട് അത് അത്രയ്ക്കായിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും നവംബറിൽ മത്സരം നടക്കില്ല എന്ന് ഉറപ്പായതോടെ ഡിസംബറിൽ ISL-നെങ്കിലും ഈ ഒരു സ്റ്റേഡിയം സജ്ജമാകും എന്ന് നമുക്ക്. അങ്ങനെയല്ലല്ലോ, ഡേറ്റ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കളി നടക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നവീകരണം നടത്തുന്നതിൻ്റെ എഗ്രിമെൻ്റ് വേറെയല്ലേ, അതും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. നവീകരണം സമയബന്ധിതമായിട്ട് നടക്കണ്ടേ. ആ എഗ്രിമെൻ്റ് നമുക്ക് കാണണം. ഇവിടെ മിനിസ്റ്റർ വന്നിട്ട് 2-3 വട്ടം വന്നിട്ട് ഇവിടെയെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിലും ഞാനും വിനോദ് MLA-യും രണ്ടുപേരും ഓരോ ഭാഗം നമ്മളുടെയാണ്. അപ്പം സ്ഥല MLA-മാരെ പോലും വിളിച്ചിട്ടില്ല, സ്ഥല MP-യെ വിളിച്ചിട്ടില്ലാതെയാണ് ഇവിടെ ഇൻസ്പെക്ഷനും കാര്യവും നടന്നത്. അത് നമുക്ക് അത്ര ഒരു സ്വീകാര്യത തോന്നുന്നില്ല. അത് ശരിയല്ലല്ലോ. നമ്മളവിടെ അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ വന്നേനെ. ഇപ്പം തന്നെ ഇത് ഹൈബി വരണം എന്ന് പറഞ്ഞു നമ്മൾ ആ നിമിഷം വന്നില്ലേ. അതുപോലെ എല്ലാവരും വന്നേനെ. മിനിസ്റ്റർ പറഞ്ഞ പരിപാടിയാന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്പെക്ഷനാന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ വീണതും കൂടിയല്ലേ. അതുകൊണ്ട് എന്തായാലും വന്നേനെ. അതിലും നവംബർ 11 കൂടി തന്നെ എല്ലാം ഓക്കെ ആകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഇത് കണ്ടിട്ടെന്താണ്? അല്ല, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള GCDA കൗൺസിലിൻ്റെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? GCDA കമ്മിറ്റി ഇതറിഞ്ഞിട്ടുണ്ടോ? അതിലൊരുപാട് അംഗങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഏതെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോൾ GCDയുടെ ഓണർഷിപ്പിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റേഡിയം FIFA ഗൈഡ് ലൈൻസ് പ്രകാരമാണോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇപ്പോൾ FIFAയ്ക്ക് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു മാച്ച് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീമായ. ശരി, ഇപ്പോൾ ഹൈബി ഈഡനാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. ആ സ്റ്റേഡിയത്തിൻ്റെ നിലവിലെ സ്ഥിതി അവർ പരിശോധിക്കുകയാണ്. ശേഷം നമുക്ക് എന്തൊക്കെയാണ് കൂടുതൽ പറയുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം.